ഹായ് ഹലോ എവ്രി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ടൈം ബൈ ഉമ്മുക്കുൽസു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻഡ് ഓഫ് സീസൺ സെയിൽ, അങ്ങനത്തെ സെയിൽ, ഇങ്ങനത്തെ സെയിൽ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ സെയിലുണ്ട്. അപ്പോൾ ഫോറം മാൾ ആക്ച്വലി ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഒരു നെക്സ്റ്റ് ഡേ ആണ് ഇൻട്രോ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്നാലും ഇൻട്രൊഡക്ഷനായിട്ട് ഞാനൊന്നും എടുത്തില്ലായിരുന്നു എന്ന് പിന്നെ ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഫോറം മാളിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞു പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് വന്നതും ഷോപ്പിംഗ് വീഡിയോയും ഫുൾ കംപ്ലീറ്റ് കാണാം. സോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വാ. ഞാനിങ്ങനെ സോഷ്യൽ ലൈഫിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കുള്ള ആങ്സൈറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവിടെ കുറേ ആൾക്കാരുണ്ട്. സൺഡേ ഉണ്ട്, ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഞാൻ അതിന് കിളി പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഓക്കെ, അപ്പം ഞങ്ങൾ ആക്ച്വലി ഞാൻ കുറച്ച് ബ്രാൻഡ് ചുമ്മാ നോക്കാൻ വേണ്ടി നമ്മുടെ ആൽഡോയുടെ ബാഗ്സ് ചുമ്മാ നോക്കാനും പിന്നെ കുറച്ച് നൈക്കിയിലൊക്കെ ഒന്ന് പോകാനൊക്കെയാണ് ഞാൻ വിചാരിച്ച് വന്നത്. പക്ഷെ നല്ല ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൂടി പുറത്തിറങ്ങുന്ന ഒരു ഫീല്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര മടി. അതുകൊണ്ട് ഞാനിങ്ങനെ മാറി എടുക്കാൻ നമുക്ക് എന്തായാലും ബാക്ക് ഓൺ ട്രാക്ക് വരണം. അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോസൊക്കെ എടുക്കണം. സോ ഞാൻ എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കട്ടെ. ചുറ്റിന് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓക്വേർഡ് വിയർഡ് ഫീൽ എൻ്റെ മുഖത്തുണ്ടാവും. സോ എനിവേസ് ഇവിടെ നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആണെന്ന് കണ്ണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കരുത്. അതെ അതെ, കാരണം നമ്മൾ ഫ്രെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നിനക്ക് പ്രോബ്ലം വരുന്നത്. സോ നമുക്ക് എന്തായാലും വാൽഡോയിലൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്നൊക്കെ എന്തായാലും കാണാം. ഫുള്ള് ഞാൻ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ഇതിന്റെ സ്ലിംഗ് വരുന്നത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു ബാഗോടെ. പിന്നെ ഓൾസോ വേറൊരു ബാഗ് കൂടെ ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കിയിട്ട് അടിപൊളിയായിട്ട് എടുക്കാം. ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് റേഞ്ചാണ് വരുന്നത്. ഇപ്പോൾ ഓഫർ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ആളുകൾ 60%, 60-40 ഫ്ലാറ്റ് ഓഫർ, 40 to 60% ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഐ എം പ്ലാനിങ്.
ഏതാ വൈറ്റ് ആണ് ഇതിന് ഈ കളറാണ് നല്ലത്. നമ്മളിപ്പോൾ എടുത്ത കളർ കുറച്ച് ഡിഫറെൻ്റ് അല്ലേ ആ പാറ്റേൺ. അതല്ലേ അതെനിക്കൊന്ന് ന്യൂ ലോഞ്ച് ആണോ? ആഫ്റ്റർ ലോട്ട് ഓഫ് തിങ്കിങ് ഞാൻ യൂഷ്വലി അങ്ങനെ പ്രീമിയം ബാഗ്സ് അങ്ങനെ വാങ്ങിക്കാറില്ല. കാരണം എനിക്ക് ക്യാഷ് മുടക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ അവിടുത്തെ എന്തായാലും ഒരു ബാഗ് എന്തായാലും വാങ്ങിക്കും. ഒരു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി വേറെ പിന്നെ കുറേ നാൾ ചെയ്ത് മതിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തായാലും നല്ല ബ്രാൻഡിൽ ഒരു ബാഗ് വേണം എന്നുണ്ടായിരുന്നു. സോ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഫൈനലി ഞാൻ കാണിച്ചു തന്ന ബാഗ് തന്നെ ഞാൻ വാങ്ങിച്ചത്. ഇറ്റ് വാസ് എ നൈസ് വൺ. ഫ്ലോറലാണ്. എനിക്ക് ഫ്ലോറൽ പ്രിൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാഷ്വൽ ആണ്, അതേപോലെ ഇവൻസിനും രണ്ടിനും കൊണ്ടുപോകാം. അതുകൊണ്ട് അതാണ് എടുത്തത്. അപ്പോൾ ഹാപ്പി. താങ്ക് യു. ബാഗ് കിട്ടി ഗൈസ്. ഇതല്ലേ ഫ്രണ്ട് ഡെസ്ക്. ഫ്രണ്ട് ഡെസ്കിൽ നമ്മൾ 5000 എബോവ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ പോയിന്റ്സ് കിട്ടും. സോ ഞാനതുകൊണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. സോ ഞാൻ മാർക്ക് ആൻഡ് സ്പെൻസർ ഉണ്ട്. നൈക്ക ഗൈസ്, നൈക്ക ഉണ്ട്. മുന്നേ കണ്ട അങ്ങോട്ടാണ്. ഷോപ്പേഴ്സ് ഷോപ്പും ഉണ്ട്, നൈക്കിയും ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം. കയറിയാലോ? ഇനി കയറണോ? നൈസ്. എന്നെ മനസ്സിലാണ് സ്മെല്ല് ഇതായി. നല്ല, അത് കൊള്ളാം. നൈസ്. ഞാനും കൂടെ ഒന്ന് വാലിഡേറ്റ് ചെയ്താൽ എനിക്കൊരു കൊള്ളാലോ. ഇത് പുതിയതാണ്. അത് കൊള്ളാട്ടോ. എനിക്ക് ഇതിന്റെ ലോഷനും കൂടി ഒന്ന് വാങ്ങിച്ചല്ലോ. Into the
എനിക്ക് തന്നെ കാണിച്ചില്ലെങ്കിൽ സമാനല്ലേ. ഇത് ഇൻടു ദ നൈറ്റ്, നൈസ്. പിന്നെ ദേ ഇത് മറ്റേ ഗ്രീൻ, ഇതല്ലേ നല്ലത്? ഇതാണ് ഇഷ്ടമായത്. എനിക്ക് മേടിക്കാനാന്ന് കയറിയിട്ട് അതേ പറഞ്ഞിട്ടാണ്. ഗൈസ് ഞങ്ങളുടെ ക്യാഷ് മൊത്തം പൊടിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. ഇല്ല ബാംഗ്ലൂരിൽ കയറല്ലേ? ബാംഗ്ലൂരിൽ പിന്നെ നാളെ പരിപാടി. ഇല്ല ബാംഗ്ലൂർ കയറണം. ടീഷർട്ട് വേണം. എനിക്ക് വേണ്ടത് എനിക്കാണോ? എനിക്ക് ഞങ്ങളതേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നിന്ന് വാങ്ങിച്ചു. സോ ക്യാഷൊക്കെ പൊടിച്ചു. ഇനി നേരെ ബാബു ഞാൻ പറയട്ടെ ഗൈസ്, നമ്മൾ പരിചയമുള്ളവർ നമ്മുടെ പേര് പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ലൈഫ് സ്റ്റൈലല്ല, ഷോപ്പിൽ തന്നെ. ആ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. ആണല്ലേ? എനിക്ക് ഭയങ്കര അതിന് ഹൈറ്റാണ്. താങ്ക് യു ബൈ. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. ദേ നമ്മൾ ആൽഡോന്ന് വാങ്ങിച്ചു, ബാത്ത് ആൻഡ് ബോഡി വർക്സിന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്നൊരു നമ്മുടെ കോമ്പാക്ട് സംഭവങ്ങളും ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു. ഷോപ്പിൽ സ്റ്റാഫുകളൊക്കെ ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. ഞാൻ അത് എടുത്ത് പറയുകയാണ്. ഞാൻ എന്തായാലും വെറുതെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. സോ അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. ഇന്നൊരു ഗ്രാൻഡ് പർച്ചേസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഞാൻ കുറേ കാശ് പൊടിച്ചു എന്നൊരു സങ്കടവും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇത്രയും എമൗണ്ടൊക്കെ ഞാൻ ഇടയ്ക്കാണ് വാങ്ങിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഇതെനിക്ക് നെസസറിയാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓരോ ഇവൻറ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലത് ക്യാരി ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ഫീലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കോമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാം. ഷവർമ്മയും അൽഫാമൊക്കെ കഴിച്ചിട്ട് നേരെ റാഗ്ലറിലോട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓണാക്കിയില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുക്കുന്നത്. അപ്പം നേരെ അവിടെ പോവാണ്. ഞങ്ങൾക്ക് കുഞ്ഞൊരു കുറച്ച് ഇങ്ങനെ ജീൻസ് തന്നെ അങ്ങനത്തെ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ അവിടെയൊക്കെ പോകുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ കുറേ നാളായി. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ്
അതിൻ്റെതായ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ മാനേജ് ടു ടേക്ക് കുറച്ച് വീഡിയോ. പിന്നെ ഇടയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇനിയും കുറേ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് നേരെ റാങ്കിലോട്ട് പോകാം. ഇനി നമുക്ക് കുറച്ച് വീഡിയോസും വ്ളോഗും എനിക്ക് എന്ത് വീഡിയോസൊക്കെയാണ് കാണേണ്ടതെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഞാൻ ഇനി അവിടുത്തെ വിഷ്വൽസൊക്കെ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിപ്പോൾ 12,000 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇനിയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടുതൽ ആൾക്കാരൊക്കെ വരണം. അപ്പം കൂടുതൽ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് ഒരു ഷോപ്പിംഗ് ആണ്. ഇനി ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഇത് ആക്ച്വലി അഫ്സലിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അപ്പം ഞാൻ എന്തായാലും പോകുമ്പോൾ കാണിച്ചു തരാം. സോ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കൂടെ കാണിച്ചു തരാം. വെറുതെ വണ്ടി ഓടിച്ചു വിടുന്നതിന് വന്നു. ഇവിടെ അധികം സ്റ്റോറുകളില്ല. അപ്പോൾ റാങ്ക്ലറിൻ്റെ സ്റ്റോർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സെൻറ്റർ സ്ക്വയറിൽ. പക്ഷെ അത് പൂട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തന്നെ നിലത്തടിച്ച് വീണേനെ. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു സെൻറ്ററോടകത്ത് കയറിയതാണ്. പക്ഷേ ഇവിടെ റാങ്ക്ലറിൻ്റെ സ്റ്റോർ അങ്ങനെ ഇല്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ ഉള്ളൂ, കമൻറ്റ് ഡെഫിനറ്റ്ലി. സോ ബൈ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എന്താ പറയുക ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു പർച്ചേസാണ് ഞാൻ ഈ ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചു തരാം. സോ ആൽഡോ എന്നാണ്, നിങ്ങൾ എന്തായാലും വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. സോ ആൽഡോ എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഞാൻ വാങ്ങിച്ചത് ഓൾമോസ്റ്റ് എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് ഏത് ബാഗാണെന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ എനിവേസ് ഞാൻ എന്തായാലും എൻ്റെ പർച്ചേസ് കാണിച്ചു തരാം. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇവരുടെ ഫ്ലോറൽ എന്ന് പറയുന്നത് പുതിയ ലോഞ്ചാണ്. ഞാൻ യൂഷ്വലി കൂടുതലും ഞാൻ എന്തായാലും അത് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ കൂടുതൽ ആക്ച്വലി ടോട്ട് ബാഗ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുഞ്ഞ് ബാഗ്സിൽ വെക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് എപ്പോഴും എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ബാഗ് ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ചുമ്മാ എടുത്ത് ഫോൺ മാത്രം ഇടാനാണെങ്കിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു ബാഗിനെ കൊണ്ട് യൂസ് ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ടോട്ട് ബാഗ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ടോട്ട് ബാഗ്സ് യൂസ് ചെയ്താലാണ് എനിക്ക് എൻ്റെ എല്ലാ പ്രൊഡക്ട്സ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, ഇൻക്ലൂഡിങ് ഫോൺ, ചാർജർ, മേക്കപ്പ്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ടോട്ട് ബാഗാണ് എടുത്തത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളത് കാണിച്ചു തരാം. സോ യെസ്, സോ യു ക്യാൻ സീ ഇതിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആൽഡോ എന്ന് എഴുതിയേക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ യെസ്, I'll show you my bag. So this beautiful bag ആണ്. ഞാൻ ആക്ച്വലി ഇന്നലെ ഇത് വാങ്ങിയിട്ട് ഇന്നാണ് ഞാൻ തുറന്നു നോക്കുന്നത്. സി സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര കിഡിലൻ പ്രിൻസ് ആണ്. കുറേ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും എല്ലാം ഉണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഓർത്തിട്ടാണ്. പിന്നെ ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓൾസോ ഇതിൽ 2 സ്ലിങ് അവർ എക്സ്ട്രാ നമുക്കൊരു 2 സ്ലിങ് ആണുള്ളത്. ഒരു കുഞ്ഞ് ക്രോസ് ബോഡി സ്ലിങ്സും കണ്ടോ, വൈറ്റ്, പിന്നെ ഒരു ലോങ് സ്ലിങ്ങും ആണുള്ളത്. നിങ്ങൾക്ക് 2 രീതിയിലും ഇടാൻ പറ്റും. പിന്നെ എനിക്ക് സാധനങ്ങൾ വെക്കാൻ നല്ല സ്പേസ് വേണം ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഇതിൽ 2ലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നടുക്കും ഒരു കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും സേഫായിട്ട് വെക്കണമെങ്കിൽ വെക്കാം. സോ അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഈ റിങ്, അതായത് നിങ്ങൾക്ക് കാണുന്ന ഈ റിങ്, അതേപോലെ ഈ സ്ലിങ്, ഇതൊക്കെ എനിക്ക് റിമൂവ് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. സോ അങ്ങനെ പോസിബിളാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു കുഞ്ഞ് ആൽഡോ എന്ന് എഴുതിയ ഒരു കംപ്ലീറ്റ് ഒരു ഇതുണ്ട്. ഭയങ്കര പ്രിട്ടിയസ്റ്റ് ബാഗാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ആൽഡോ എന്ന് എഴുതിയേക്കുന്നത്. സോ ദിസ് ഇസ് സച്ച് എ പ്രിട്ടി ബാഗ്, അടിപൊളിയാണ്. റിയലി ഗുഡ്, ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണ്. എനിക്ക് ഇവൻസിനും കൊണ്ടുപോകാം, കാഷ്വൽ ഫിറ്റ്സിനും ഒക്കെ കൊണ്ടുപോകാം. പിന്നെ എനിക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ തിരിച്ചെടുത്ത് വെക്കാം. സോ ഇറ്റ്സ് റിയലി നൈസ്, അടിപൊളിയാണ്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ബാഗാണ്. ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കംപ്ലീറ്റ്ലി തുറന്ന് നോക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്, ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, അപ്പം ഞാൻ പിന്നെ വാങ്ങിച്ച ബാക്കിയുള്ള പ്രൊഡക്ട്സ് കാണിച്ചിട്ട് ഇത് ഞാനൊന്ന് സേഫായിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് കിടക്കാം. സോ അടുത്തത് ഞാൻ വാങ്ങിച്ചത് ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നിന്നാണ്. ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ എന്താ പറയുക, ലോഷനും ബോഡി മിസ്റ്റ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിന് തന്നെ പുതിയതാണ് വെച്ചാൽ ഇത് ഇവരുടെ ബെസ്റ്റ് സെല്ലറാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കുറേ ട്രൈ, നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാനൊരു കുറേ തവണ ഒരു 110 തവണ ഓരോന്നോരോന്നും ട്രൈ ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അവരുടെ ഇൻ ടു ദി നൈറ്റ് എന്ന് പറയുന്ന ബെസ്റ്റ് സെല്ലറാണെന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത്. സോ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഇതിൻ്റെ ബോഡി ലോഷനും അതേപോലെ തന്നെ ബോഡി മിസ്റ്റുമാണ് ഞാൻ എടുത്തത്. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. ഈ രണ്ട് കോമ്പിനേഷൻ യൂഷ്വലി ഇങ്ങനെ യൂസ് ചെയ്താലാണ് ലാസ്റ്റിംഗ്. ഷവർ ജെല്ലും എൻ്റെ ഓൾറെഡി ഷവർ ജെൽ ഉണ്ട്, അത് വെച്ച് വേറെയാണ്. അത് സെയിം തന്നെ ഷവർ ജെൽ എടുത്താൽ കുറച്ചുകൂടെ ലാസ്റ്റിംഗ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉള്ളതിൽ ഏറ്റവും ലാസ്റ്റിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് ഇത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം തന്നെ എടുത്തത്. സോ ഇപ്പോൾ അവർക്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ. പിന്നെ അവർ പെട്ടെന്ന് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഓഫർ എന്നൊക്കെ പറയുമെങ്കിലും അത് എപ്പോഴും ഓഫർ ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പം എനിക്ക് ഓഫറിലാണ് കിട്ടിയത്. ഒരെണ്ണത്തിന് 899, അതായത് 900, മറ്റേതും 900. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പിന്നെ ഞാൻ ഷോപ്പേഴ്സ് സ്റ്റോപ്പിലാണ് കയറിയത്. ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ ഞാൻ കയറിയപ്പോഴത്തേക്കും വാങ്ങിച്ചത് 2 പ്രൊഡക്റ്റാണ്. ഒന്ന് ഷുഗറിൻ്റെ തന്നെ ലൂസ് പൗഡർ. എൻ്റെ കയ്യിൽ ലൂസ് പൗഡർ അങ്ങനെ ഇല്ല. എൻ്റെ കയ്യിലുള്ളത് കെ ബ്യൂട്ടിയുടെ കോമ്പാക്റ്റ് ആണ്, അത് പൊട്ടിപ്പോയി. പിന്നെ ഞാനപ്പോൾ ഈ ഒരു ലൂസ് പൗഡർ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മേബിലിൻ്റെ ഞാൻ കണ്ടു, പക്ഷേ മേബിലിൻ്റെതിനകത്ത് പഫ് ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് വാങ്ങിക്കാൻ, എനിക്കിനി പഫ് ഇനി എക്സ്ട്രാ വാങ്ങിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. ഇത് ആക്ച്വലി സെറ്റ് ദ ടോൺ ടിൻറ്റഡ് പൗഡർ 5 ക്യാപ്പിച്ചിനോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അവരാണ് ഇത് നല്ലതാണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ അവർ, ഐ ഷുഡ് സേ, ഷോപ്പേഴ്സ് സ്റ്റോപ്പിലുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ വാസ് ടു സ്വീറ്റ്. മേബിളിൻ്റെയും ഷുഗറിലും നിന്ന് വെച്ചാൽ ആ 2 പേരും ഭയങ്കര സ്വീറ്റായിരുന്നു. ഞാൻ എടുത്തു പറയാം, ഞാൻ ഓൾറെഡി ബ്ലോഗിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ കണ്ടോ, ഇതിനകത്ത് പഫുണ്ട്. അപ്പോഴത്തേക്കും എനിക്കത് ഡയറക്റ്റ്ലി ഇത് തന്നെ യൂസ് ചെയ്യാം. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ഞാൻ ഷുഗറിൻ്റെ ഒരു കോമ്പാക്ട് ലൈക്ക് ലൂസ് പൗഡറും സെറ്റ് ചെയ്യാനുള്ളൊരു പൗഡറും പിന്നെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കുമാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മുടെ ഏസ് ഓഫ് ഫേസ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി കിടിലനാണ്, കാരണം ഇതിനകത്ത് ബോത്ത് നമ്മുടെ ബ്രഷും ഉണ്ടാവും ഫൗണ്ടേഷനും. ഞാൻ ഇന്ന് ഈ ഫൗണ്ടേഷൻ ആയിരുന്നു രാവിലെ ഇട്ടത്, അടിപൊളിയാണ് ആക്ച്വലി. ഇങ്ങനെ ഒരു സൈഡിൽ ഫൗണ്ടേഷനും ഒരു സൈഡിൽ അത് ബ്ലെൻഡ് ചെയ്യാനുള്ള സ്റ്റിക്കുണ്ട്. ഇത് രാവിലെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ്. സ്റ്റിക്കും ഉണ്ടാവും. അപ്പോഴത്തേക്കും ഇത് വെരി യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് വേറൊരു ഫൗണ്ടേഷൻ, എൻ്റെ കയ്യിൽ കൂടുതലും ഫൗണ്ടേഷനും കൺസീലേഴ്സാണ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് കൺസീലർ ആൻഡ് ഫൗണ്ടേഷൻ അങ്ങനെ ഉണ്ട്. അപ്പം എനിക്ക് ഈ ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ബ്ലെൻഡ് ചെയ്യാനും പറ്റും. എൻ്റെ വേറെ ബ്ലെൻഡർ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ഇത് നല്ല രസമുണ്ട്, നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പം ഇതുമാണ് ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത്. അത്യാവശ്യം ക്യാഷൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴും സ്പെൻഡ് ചെയ്യാറില്ല, എനിക്കൊരു ടൈം ലിമിറ്റിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റ് എപ്പോഴും നന്നായി. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് എപ്പോഴും ഞാൻ നല്ലത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ല പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. അതിന് നമ്മൾ എന്താ പറയുക, ഇത് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൂട്ടി വെച്ചിട്ടാണെങ്കിലും വാങ്ങിച്ചാൽ മതി. പക്ഷേ whenever you are using a product, just be like, you should have a right information about the product. It's very important. So അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്സ് ഞാൻ നോക്കി എടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ എപ്പോഴും ഭയങ്കര ചൂസ് ചെയ്യണം, വെരി ചൂസി. എനിക്ക് ഈ വീഡിയോസൊക്കെ വ്ളോഗിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഞാനൊരു മീഷോ വീഡിയോ ആയിട്ട് സൂൺ വരുന്നതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.